ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഗ്രീവൻസ് റീഡ്രസലിൻ്റെ ബാക്കി ലാസ്റ്റത്തെ പോർഷനായിട്ടുള്ള ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്? അതായത് ഇപ്പോഴത്തെ ഒരു സ്കിനാരിയോയിൽ, നമ്മുടെ ഈ ഒരു പുതിയ ന്യൂ ജനറേഷൻ സ്കിനാരിയോയിൽ മിക്ക ഓർഗനൈസേഷൻസിലും ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓർഗനൈസേഷനിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസിൻ്റെ സജഷൻസ് കൂടി കേൾക്കുകയാണ്. അതായത് എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുകയാണ്. എന്ത്? ഡിസിഷൻ മേക്കിംഗ് പർപ്പസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ടൈമിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഐഡിയാസോ സജഷൻസോ ഒക്കെ കളക്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. കീത്ത് ഡേവിസ് ആണ് ആ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പാർട്ടിസിപ്പേഷൻ റെഫേഴ്സ് ടു ദ മെൻ്റൽ and emotional involvement of a person in a group situation which encourages him to contribute to group goals and share the responsibility of achievement. അതായത് പാർട്ടിസിപ്പേഷൻ ഫിസിക്കലായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും. അതായത് അയാളുടെ ഐഡിയാസോ സജഷൻസോ ഒക്കെ നമ്മൾ പങ്കുവെച്ചിട്ട് ആ ഒരു കാര്യം, എന്തെങ്കിലും മാനേജ്മെൻറ്റിൽ ഒരു ഡിസിഷൻ പറയുന്നതിനെയാണ് ഈ ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനൊരു കൺസെപ്റ്റ്, ഈ വർക്കേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന കൺസെപ്റ്റ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എന്തിനാണ് അങ്ങനൊരു കൺസെപ്റ്റ് വെച്ചിരിക്കണതെന്ന് ചോദിച്ചാൽ, എംപ്ലോയീസിന് ഒരു സ്കോപ്പ് കൊടുക്കുകയാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്കും. ഇപ്പം നമുക്കായാലും ചില കാര്യങ്ങളിൽ തോന്നൂലേ, നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയും ചില കാര്യങ്ങളിൽ. അപ്പോൾ ഈ ഒരു എംപ്ലോയീസിനും ചിലപ്പോൾ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നുണ്ടാവും. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ആർക്ക്? എംപ്ലോയീസിന്. അതുപോലെ തന്നെ ഏത് ലെവലിലായിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് ലെവലായിക്കോട്ടെ, ഡിപ്പാർട്ട്മെൻറ്റ് ലെവലായിക്കോട്ടെ, ടോപ്പ് ലെവലായിക്കോട്ടെ, ഏത് ലെവലിലുള്ള എംപ്ലോയീസിന് വേണമെങ്കിൽ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മുടെ ഐഡിയാസോ സജഷൻസോ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന എംപ്ലോയി ആ ഒരു ഡിസിഷൻ കാരണം എന്ത് ഔട്ട്കം വന്നാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും റെഡി ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഡിസിഷൻ പറഞ്ഞു, അതിൻ്റെ ഡിസിഷൻ്റെ ഔട്ട്കം ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. അതെന്താണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കണം? ആ പറഞ്ഞ എംപ്ലോയി തന്നെ. അതായത് ആ ഒരു ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഐഡിയ സജസ്റ്റ് ചെയ്ത എംപ്ലോയി തന്നെ ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നാണ് പറയണത്. ഇതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ഫീച്ചേഴ്സാണ്. ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫീച്ചർ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഫിസിക്കലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിന് പകരം എന്താണ്? മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ആണ്. വർക്കേഴ്സിൻ്റെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ ഫോർമലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇൻഫോർമലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫോർമലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡെവലപ്ഡായിട്ട് ഒരു സ്ക്രീനിൽ അങ്ങനെ മൊത്തത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ ഫോർമലായിട്ടും ചെയ്യാം. അതല്ലാതെ ജസ്റ്റ് സുപ്പീരിയറോട് ഒരു സജഷൻ പറയണ പോലെ ഇൻഫോർമലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നാണ് പറയണത്. തേർഡ് പറയുന്ന ഒരു ഫീച്ചറാണ്, അവിടെ എന്തൊക്കെ ഉണ്ടാവും ഈ ഒരു പാർട്ടിസിപ്പേഷനിൽ? അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അല്ലേ? സംസാരം ഉണ്ടാവും, അതിനെക്കുറിച്ചൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, കൺസൾട്ടേഷൻ ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്മ്യൂണിക്കേഷനും കൺസൾട്ടേഷനും ഡിസ്കഷനും ഉണ്ടാവും. അതൊരു ഫീച്ചറാണ്. പിന്നെ ലാസ്റ്റ് ഫീച്ചർ പറയണതാണ്, നമ്മൾ കൂടുതലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ വർക്കേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു കളക്റ്റീവ് അപ്രോച്ച്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ ആൾക്കാർ കൂടി ഡിസൈഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഡിസിഷൻസ് ഉണ്ടാവുക, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോണത് ഒബ്ജക്റ്റീവ്സ് ആണ്. ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്.
ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമുക്ക് അറിയുന്ന ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. ഫസ്റ്റത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട നേതാക്കൾ മീൻസ് പാർട്ടി മെമ്പേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യണേ. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഉണ്ടാവും. എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്, ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഡിസിഷൻ എടുക്കണമെന്ന് എംപ്ലോയി കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെമോക്രസി നമുക്ക് കീപ്പ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ടു ബിൽഡ് ദ മോസ്റ്റ് ഡൈനാമിക് ആൻഡ് മോട്ടിവേറ്റഡ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അല്ലേ, ഇങ്ങനൊരു പാർട്ടിസിപ്പേഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയീസ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ പറയുന്നത് ടു സാറ്റിസ്ഫൈ ദ സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ് ഓഫ് വർക്കേഴ്സിൻ്റെ സോഷ്യലായിട്ടുള്ളതും അതുപോലെ തന്നെ എസ്റ്റീം ആയിട്ടുള്ള നീഡ്സ്, അതായത് ബേസിക് സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ഈ ഒരു ഡിസിഷൻ കൊണ്ട് പറ്റും. ഫോർത്ത് വൺ ആണ് ടു സ്ട്രെങ്തൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. അല്ലേ, നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ വരും. ഇങ്ങനെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടെ എന്തുണ്ടാവും? നല്ലൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് വരും. ഫിഫ്ത്ത് പോയിൻ്റ് ആണ് ടു പ്രൊമോട്ട് ബെറ്റർ ലേബർ പ്രൊഡക്ടിവിറ്റി. അല്ലേ, ലേബർ നന്നായി പ്രൊഡക്റ്റീവ് ആവും. കാരണം അവരിങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അവരും കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അവർ നന്നായി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കുറച്ചുകൂടി ഈ ഒരു ഓർഗനൈസേഷനോട് കുറച്ചുകൂടി ഹോണസ്റ്റി തോന്നും. അപ്പോൾ അവർ കുറച്ചുകൂടി ലേബർ പ്രൊഡക്ടിവിറ്റി അവിടെ ഉണ്ടാവും. സിക്സ്ത് പോയിൻ്റ് ആണ് പാർട്ടിസിപ്പേഷൻ ഹാസ് സൈക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് ഓഫ് സെക്യൂറിങ്. അതായത് നമ്മുടെ ഈ ഒരു വർക്കേഴ്സിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ, അവരെ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവും. ടു പ്രൊമോട്ട് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് മൊറൽ. എംപ്ലോയി മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ളൊരിത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നത്. അതാണ് ഒബ്ജക്റ്റീവ്സ്. ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എംപ്ലോയി പാർട്ടിസിപ്പേഷനെ നമ്മൾ കുറച്ച് ലെവൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ലെവൽസ് ആണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പോൾ 5 ലെവൽസാണ് മെയിനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷനാണ്. ഇവിടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ഈ സർവേ ഒക്കെ നടത്താമെന്ന് പറയില്ലേ, അതായത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? ഒരു ഡിസിഷൻ എടുക്കും. അതാണ് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ കൂടുതലായിട്ടും എംപ്ലോയീസിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തിനെക്കുറിച്ചായിരിക്കും? അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, എംപ്ലോയി വെൽഫെയർ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അഡ്വൈസാണ് ചോദിക്കണേ. എംപ്ലോയീസിനോട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് തരൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെന്ന് പറഞ്ഞ് ചോദിക്കുന്നതിനാണ് നമ്മൾ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് വൺ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷനാണ്. ഇവിടെ ആക്ച്വലി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിനോട് കൺസൾട്ട് ചെയ്യും. എന്തിന്? ഒരു അൺഎനിമസ് ആയ ഡിസിഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ പറയും. അങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. എല്ലാവരുടെയും ഡിസിഷൻസ് കൂടിയിട്ട് ഒരുമിച്ച് എടുക്കുന്നു. പിന്നെ ഫോർത്ത് വണ്ണാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇത് ഹയർ ലെവലാണ്. ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഹയർ ലെവലാണ്. ഇത് മെയിനായിട്ടും ഡിസ്ചാർജ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ ആ ഒരു ഫങ്ഷൻ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കൊടുക്കും. അപ്പോൾ ഈ എംപ്ലോയീസിന് ഈ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു സൊല്യൂഷൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയണത്. ലാസ്റ്റ് വണ്ണാണ് ഡിസസീവ് പാർട്ടിസിപ്പേഷൻ, ഏറ്റവും ഹയസ്റ്റ് ലെവൽ. ഇവിടെ വർക്കേഴ്സും മാനേജ്മെൻറ്റും കൂടി ജോയിൻ്റ് ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കുക. എന്തിനെക്കുറിച്ചായിരിക്കും? പുതിയ പ്രൊഡക്ഷൻ, ലേബർ വെൽഫെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജോയിൻ്റ് ആയിട്ട് ആര് ഡിസിഷൻസ് എടുക്കും? വർക്കേഴ്സും മാനേജ്മെൻറ്റും കൂടി ഡിസിഷൻസ് എടുക്കും എന്നാണ് പറയണത്. അടുത്തത് പറയാനായിട്ട് പോണത് പ്രീ റിക്വസ്റ്റ് ഫോർ ഇഫക്റ്റീവ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. നല്ലൊരു ഇഫക്റ്റീവ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ നോക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോണത്.
ഇതൊക്കെ പ്രീ റിക്വസ്റ്റാണ് എഫക്റ്റീവ് എംപ്ലോയി പാർട്ടിസിപ്പേഷന് വേണ്ടത്. ഫസ്റ്റ് വൺ ട്രേഡ് യൂണിയനിസം. അതായത് എംപ്ലോയീസ് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അങ്ങനെ എംപ്ലോയീസിന് ട്രേഡ് യൂണിയൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ എംപ്ലോയീസ് എപ്പോഴും എന്ത് ചെയ്യണം, ഒറ്റക്കെട്ടായിട്ട് ഐക്യകണ്ഠേന എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. സെക്കൻഡാണ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അതായത് പാർട്ടിസിപ്പേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. എന്തിനാണ് ഡിസിഷൻ എടുക്കുന്നതെന്നും ആ ഒരു ഏരിയാസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് മസ്റ്റ് ബി മ്യൂച്വലി ഡിസൈഡഡ്. അവർ തമ്മിൽ കറക്റ്റായിട്ട് തീരുമാനിച്ചിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. തേർഡ് വൺ പാർട്ടിസിപ്പേഷൻ അറ്റ് ഓൾ ലെവൽസ്. പരമാവധി എല്ലാ ലെവലുകളിലെ എംപ്ലോയീസിനും ഇതിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഫോർത്ത് വൺ ഇഫക്റ്റീവ് കൺസൾട്ടേഷൻ. അതായത് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഇഫക്റ്റീവായിട്ട് തന്നെ വർക്കേഴ്സിനോട് കൺസൾട്ടേഷൻ ചോദിച്ചിരിക്കണം. മ്യൂച്വൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെൻറ്റിന് എംപ്ലോയീസിനോടും എംപ്ലോയീസ് മാനേജ്മെൻറ്റിനോടും സിൻസിയർ ആയിരിക്കണം. അവിടെ മ്യൂച്വൽ ട്രസ്റ്റും കോൺഫിഡൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. സിക്സ്ത് വണ്ണാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എംപ്ലോയീസിന് നല്ലൊരു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടെങ്കിലല്ലേ അവർക്ക് നല്ല ഡിസിഷൻസ് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയണത്. സെവൻത്ത് വൺ ഗൈഡ് ലൈൻ ഫോർ പാർട്ടിസിപ്പേഷൻ. കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. അതിൻ്റെ നേച്ചറും എക്സ്റ്റെൻറ്റും പ്രോസസ്സും ഇംപ്ലിമെൻറ്റേഷനും എല്ലാം നമ്മുടെ എംപ്ലോയീസും മാനേജ്മെൻറ്റും ഒരുപോലെ മ്യൂച്വലി എഗ്രീഡ് ആയിട്ട് വേണം അങ്ങനെ പാർട്ടിസിപ്പേഷനുള്ള ഗൈഡ് ലൈൻസ് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള പ്രീ റിക്വസ്റ്റസ് എന്ന് പറയുന്നത്. ഇത് പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഏതൊക്കെ മെത്തേഡുകളാണ് ലേബർ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഉള്ളതെന്നാണ്. ഫസ്റ്റ് മെത്തേഡാണ് സജഷൻ സ്കീം. സജഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ എന്ത് വെക്കും, ഒരു സജഷൻ ബോക്സ് വെക്കും. എംപ്ലോയീസിന് അവരുടെ സജഷൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാം. അതായത് ആ ബോക്സിൽ ഇടാം. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് ബോക്സ് വെക്കില്ലേ, അതുപോലെ തന്നെയാണ് ഒരു സജഷൻ ബോക്സ് വെക്കുന്നത്. അതിൽ ഏറ്റവും നല്ല സജഷൻസ് നോക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു റിവാർഡ്സൊക്കെ കൊടുക്കാം. അതാണ് ഈ ഒരു സജഷൻ സ്കീം എന്നുള്ള ഒരു സിസ്റ്റം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് വർക്ക് കമ്മിറ്റി. അതായത് 100 അതിൽ കൂടുതലോ വർക്കേഴ്സ് എംപ്ലോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ എന്ത് വേണം, വർക്ക്സ് കമ്മിറ്റി വേണം. അവിടെ ആ ഒരു കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കമ്മിറ്റി. അവിടെ കൂടുതലായിട്ടും എന്തൊക്കെ മാറ്റേഴ്സാണ്, വർക്കേഴ്സിൻ്റെ കണ്ടീഷൻസും വർക്കിംഗ് കണ്ടീഷനും സാനിറ്റേഷൻ, ലൈറ്റിങ്, ഡ്രിങ്കിങ് വാട്ടർ, ക്യാൻറ്റീൻ, സേഫ്റ്റി, ഹെൽത്ത് കെയർ മെഷേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ആ കമ്മിറ്റിയിൽ കൂടുതലായിട്ടും അവർ ഡിസ്കസ് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. അടുത്ത തേർഡ് മെത്തേഡാണ് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. അതൊരു കൗൺസിലാണ്. കൂടുതലായിട്ടും ഷോപ്പുകൾക്കും പ്ലാന്റ് ലെവൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനൊക്കെയാണ്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ കാണുക. അതായത് 500 എംപ്ലോയീസ് കൂടുതലുണ്ടെങ്കിൽ, എംപ്ലോയിങ് മോർ ദാൻ 500 എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽസ് വരും. ഇവിടെയും എന്താണ്, ഈ ഒരു സേഫ്റ്റി, വെൽഫെയർ മെഷേഴ്സ്, സൂപ്പർവിഷൻ, ഹെൽത്ത് സ്കീം, വർക്ക് ഷെഡ്യൂളിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഫോർത്ത് വണ്ണാണ് വർക്കർ ഡയറക്ടേഴ്സ്. അതായത് എംപ്ലോയീസിനെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വിടും. എംപ്ലോയീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിടും. അതാണ് വർക്കർ ഡയറക്ടർ. ഇത് ഏറ്റവും ടോപ്പ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷനാണ്. ഇവിടെയും ഗുഡ് എംപ്ലോയർ റിലേഷൻഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കർ ഡയറക്ടർ എന്നുള്ള മെത്തേഡ്. ഫിഫ്ത്ത് മെത്തേഡാണ് കോ പാർട്ട്ണർഷിപ്പ്. അതായത് എന്ത് കൊടുക്കുക, നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഷെയർസ് കൊടുക്കുക. ഇങ്ങനെ എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കുമ്പോൾ വർക്കേഴ്സിന് ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ അവരെന്താവും, ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട് ഓണേഴ്സായിട്ട് മാറും. പിന്നത്തെയാണ് ഷോപ്പ് കൗൺസിൽസ്. ഇവിടെയും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ് ഈ ഷോപ്പ് കൗൺസിൽസ് വരിക. ഒന്നല്ലെങ്കിൽ 500 അതിന് മേലെയോ എന്ത് വേണം, വർക്കേഴ്സ് വേണം. അപ്പോൾ ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയറിനെ റെപ്രസെൻറ്റ് ചെയ്തും എംപ്ലോയീസിനെ റെപ്രസെൻറ്റ് ചെയ്തും ഈക്വൽ എമൗണ്ട് ഓഫ് ആൾക്കാർ വേണമെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീവൻസ് റീഡ്രസ്സിൽ എന്നുള്ള ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യുക.